Hello guys, welcome back to my YouTube channel. Today I am going to prepare some special curry. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ഓർ ചിക്കൻ പെപ്പർ ചിക്കൻ ഓയിൽ ഫ്രൈ ആണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കട്ടിംഗ് ബോർഡ് ഇല്ല കേട്ടോ, കട്ടിംഗ് ബോർഡ് തപ്പിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയായിരുന്നു, അതും കൂടെ ഇരുന്ന് ഇടയ്ക്ക് ഒരു സ്പൂൺ കഴിക്കുന്നു. ഓക്കെ, എന്നിട്ടെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലോട്ട് കഴുകിയെടുത്ത ചിക്കൻ അങ്ങോട്ട് ഇടുകയാണ്. ഇത് ഏകദേശം ഒരു 1.5 കിലോ 2 കിലോ ചിക്കൻ ഉണ്ട്, അതങ്ങോട്ട് കൂടെ ഇടുവാണ്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള നല്ല ഞെരടി അങ്ങോട്ട് ഇടുവാണ്. സവാള ആവശ്യത്തിന്, അത് നമുക്ക് രണ്ടായിട്ട് വീതിക്കാം. കുറച്ച് ഇപ്പോൾ ഇതിലോട്ട് ഇടാം, നമുക്ക് വഴറ്റാനായിട്ട് മാറ്റി വെക്കാം. അതിലോട്ട് 2 പച്ചമുളക് കീറിയതും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി അതിലോട്ടിട്ട് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വേറെ പൊടികളൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട. ഇപ്പം ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര ബഹളവും ഒച്ചപ്പാടും കേൾക്കാനായിരിക്കും. അത് വീട്ടിൽ കുറേ കുട്ടിപ്പട്ടാളമുണ്ട്, അവരുടെ ബഹളങ്ങളാണ്. നമുക്കൊരു സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതിലോട്ട് വിസിൽ കയറ്റി, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിൽ തരി വെള്ളം ഒഴിക്കണ്ട, ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചതാണ്. ഇത് നമുക്ക് എണ്ണയിലോട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു, അത് നല്ലോണം ഒന്ന് വേണ്ടി വരുമ്പോൾ അതിലോട്ട് ബാക്കി വന്ന ആ സവാളയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം വഴറ്റി വരട്ടെ. അതിലോട്ട് കുറച്ച് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടോ, കൂടെ ഒന്ന് വഴറ്റി വരുന്നത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വേവിച്ചപ്പം, അതനുസരിച്ച് നോക്കിയിട്ട് തന്നെ ഇടാം. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത്, കരിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ അധികം കരിവേപ്പില ഉണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുത്ത് കുഴപ്പമില്ല. അത് നല്ലോണം വേണ്ട കേട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. നേരത്തെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടാൽ മതി. അത് നമുക്ക് എന്നിട്ട് നമ്മൾ ഇത് പെപ്പർ മെയിനാണ്. മസാല എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് നമ്മൾ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല, പെപ്പറാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ പെപ്പർ ഇച്ചിരി അധികം എടുത്ത് ഒരു പിടി അങ്ങോട്ട് എടുത്ത് നല്ലോണം പൊടിച്ചെന്ന് വെച്ചാൽ തരി പൊടിച്ചിട്ടോ, പൊടിച്ചിട്ട് അങ്ങോട്ട് അതിലോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ്, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, അത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ആ വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നു. ഇപ്പോൾ പിന്നെ നമുക്കത് പിന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനെല്ലാം ആ വൈറ്റിയ മസാലയിലോട്ട് ഇടുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം, വല്ല ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഇച്ചിരി എരിവുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, അതുകൊണ്ട് പെപ്പർ ഇച്ചിരി കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിള്ളേരൊന്നും അധികം എരിവ് കൂട്ടില്ല ആണെങ്കിൽ അതനുസരിച്ച് എരിവ് കുറയ്ക്കുക കേട്ടോ.
ഇതിപ്പോൾ നമ്മൾ വേകാൻ വെക്കുമ്പോൾ അതിൻ്റെ മേലെ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ അതിലോട്ടിട്ട് നല്ലോണം വേവിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. നേരത്തെ എടുത്ത് വെച്ച ആ സ്റ്റൂ ഇല്ലേ, ചിക്കൻ്റെ സ്റ്റൂ, അതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് അത് വറ്റിച്ചെടുക്കുക. ഇതൊരു ഫ്രൈ ടൈപ്പാണ്, അതുകൊണ്ട് ചാറ് വേണ്ട, അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. എല്ലാം ഇതെല്ലാം സ്റ്റൂ എല്ലാം വറ്റി നല്ല ഫ്രൈ ടൈപ്പായിട്ടുണ്ട്. അതിലോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കരിവേപ്പിലിട്ട് നമുക്ക് അവസാനം ഒന്ന് ഇളക്കി കൂട്ടി എടുക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ ഓയിൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരു വെറൈറ്റി സ്റ്റൈൽ കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.